പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാനശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നു, ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ ത്യാഗപൂർണമായ ജീവിതമാണ് നയിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ആസർ ആയിരുന്നു. അദ്ദേഹം ഒരു വിഗ്രഹ കച്ചവടക്കാരനും വിഗ്രഹത്തെ ആരാധിച്ചിരുന്നവനുമായിരുന്നു. ഇബ്രാഹിം നബിക്ക് മക്കളുണ്ടായിരുന്നില്ല. വളരെയധികം പ്രാർത്ഥനയുടെ ഒടുവിൽ മലക്കുകൾ മുഖേന ആ സന്തോഷ വാർത്ത അദ്ദേഹം അറിഞ്ഞു. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഇബ്രാഹിം നബി മലക്കുകളിലൂടെ വിവരമറിഞ്ഞപ്പോൾ അവർക്ക് മാംസം നൽകി അവരെ സ്വീകരിച്ചു. മാംസം കഴിക്കാത്തതിനെ തുടർന്നാണ് അവർ മലക്കുകളാണെന്ന വിവരം അദ്ദേഹത്തിന് മനസ്സിലായത്. ഒഴിവായ കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് പോലും അറിയില്ല എന്ന് ഈ ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹത്തെ ഭാര്യ ഗർഭിണിയായി. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വളരെയധികം ഈ കാര്യങ്ങളുടെ വ്യക്തമാക്കാം. അവർ സന്തോഷത്തോടുകൂടി ജീവിതം നയിച്ചു. ഇസ്മായിൽ എന്ന് മകന് പേരിട്ടു. ഒരു ദിവസം സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബിക്ക് അള്ളാഹു ഒരു കൽപ്പന നൽകി, മകനെ അറുക്കണമെന്ന്. അദ്ദേഹം ഭാര്യയോടും മകനോടും ഈ വിവരം പറഞ്ഞപ്പോൾ അവരുടെ ഈമാനിന്റെ കെട്ടുറപ്പിൽ അവർ സമ്മതിച്ചു. മകനെയും കൂട്ടി അറുക്കാൻ അദ്ദേഹം പോവുക ചെയ്തു. കഴുത്തിൽ കത്തിവെച്ച ഉടനെ ജിബ്രീൽ എന്ന മലക്ക് ഒരു ആടിനെയും കൊണ്ടുവന്ന് അതിനറുക്കുവാൻ കൽപ്പിച്ചു. ത്യാഗപൂർണമായ ഈ ഒരു സംഭവമാണ് ബലിപെരുന്നാളിലൂടെ നാം ആഘോഷിക്കുന്നത്. ഉളുഹിയത്തിൽ നാം പങ്കാളികളാവുക. കഴിവുണ്ടായിട്ടും ഉളുഹിയത്ത് നടത്താത്തവർ മുസല്ലയിലേക്ക് വരേണ്ടതില്ല, പെരുന്നാൾ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഉളുഹിയത്തിൽ പങ്കാളികളാവുക. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗപൂർണമായ ജീവിതത്തിൽ നാം പങ്കുകൊള്ളുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ മലമുകളിൽ, ഭാര്യയെയും മകനെയും മലമുകളിൽ ഉപേക്ഷിച്ചു പോയി. വെള്ളത്തിനായി ദാഹിച്ചു വലഞ്ഞപ്പോൾ ഭാര്യയുടെ പ്രാർത്ഥന പ്രകാരം വെള്ളം വരികയും ദാഹം തീർക്കുകയും ചെയ്തു. സംസം എന്ന ആ ഒരു ഉറവ പൊട്ടി അതിൽ നിന്നും വെള്ളം ഒഴുകുകയാണ് ഉണ്ടായത്. ഇന്നും നാം ഹജ്ജിന് ഉംറക്ക് പോകുമ്പോഴും ആ ഒരു വെള്ളം കുടിക്കുന്നു, ദാഹമകറ്റുന്നു. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നാം അവരെ സ്മരിക്കുക. ബലിപെരുന്നാൾ ആഘോഷം ആർഭാടങ്ങളില്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് നാം അത് ആഘോഷിക്കുക. അള്ളാഹു നമ്മേവരെയും ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് സ്മരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.